അപ്പം നമ്മുടെ ഹെയർ ഡൈ വേണ്ട ഇവിടെ നല്ല രീതിയിലായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ തലയിലോട്ട് തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക. നല്ല രീതിയിൽ മുടി കറുത്ത് വരും. അപ്പം നമ്മുടെ ആ ഒരു ഡൈ കറക്റ്റ് ഒരു പരുവമായിട്ടുണ്ട്. അത് ഇതുപോലെ എല്ലാം വെന്തിറങ്ങി വറ്റി ഇത്രയും മതി നമുക്ക്. ഇത് കണ്ടോ, ഈ ഒരു കറക്റ്റ് രീതിയിൽ ആയിട്ടുണ്ട്. നല്ല കറുപ്പ് നിറം കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം നമുക്ക് ഇതുപോലുള്ള നാച്ചുറൽ ഡൈ ഉപയോഗിച്ച് മുടി കറുപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരുപാട് കെമിക്കൽ യൂസ് ഉപയോഗിച്ച് ഒരുപാട് പ്രശ്നങ്ങളായിട്ടുള്ള ആൾക്കാർ വിഷമിക്കുന്നതിലും എത്രയോ നല്ലതാണ് 1-2 ദിവസമെങ്കിലും നമ്മുടെ തലയിൽ നിന്നോ. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ചക്കരകളെ എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നും ഞാനൊരു വെളുത്ത മുടി കറുപ്പിക്കാനുള്ള ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വാട്സപ്പിൽ മെസ്സേജ് വരുന്നത് കൂടുതലും ഇപ്പം മുടി വെളുത്ത മുടി എങ്ങനെയൊന്ന് കറുപ്പിച്ചെടുക്കാമെന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ഹെയർ ഡൈകൾ ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് തേച്ചുകൊണ്ട് അപ്ലൈ ചെയ്തുകൊണ്ട് പുറത്തോട്ട് പോകാവുന്ന ഡൈകളും അതുപോലെ തന്നെ ഹെന്നായും നീലേമരി മിക്സ് ചെയ്തിട്ടുള്ള ഡൈകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ അതിൽ സ്യൂട്ടാവുന്നത്, നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഹെയറിൽ പിടിക്കുന്നത്, അത് നിങ്ങൾ ഉപയോഗിച്ച് നമുക്കെല്ലാം ഉപയോഗിച്ച് നോക്കാം. അതിൽ നിങ്ങൾക്ക് ഏതാണ് പിടിക്കുന്നതെന്നുള്ളതിൽ തിരഞ്ഞെടുത്തിട്ട് നിങ്ങളത് മുന്നോട്ട് ഉപയോഗിച്ച് പോകുക കേട്ടോ. എല്ലാവർക്കും എല്ലാം പിടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചിലവർക്ക് ചിലത് പിടിക്കും. ഈ ഞാൻ പറഞ്ഞു കൊടുത്ത ആ ഒരു ടെമ്പററി ഹെയർ ഡേ ഒക്കെ പിടിച്ചവർ ഒത്തിരി പേരുണ്ട്, പിടിക്കാത്തവരുമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലവരുടെ ഹെയർ നോർമലി ഓയിലി ഹെയർ ആയിരിക്കും. എന്നുവെച്ചാൽ ആ ഓയിലി ഹെയറിൽ പിന്നെ നമ്മൾ എന്ത് തേച്ചാലും പിടിക്കാൻ ചാൻസ് കുറവാണ്. നല്ലപോലെ ഷാമ്പു വാഷൊക്കെ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് നോക്കിയാൽ അറിയാം പിടിക്കുമോ ഇല്ലെന്ന്. ഡ്രൈ ഹെയറുകാർക്കൊക്കെ പെട്ടെന്ന് കയറി പിടിക്കും. ഇങ്ങനത്തുള്ള ചെറിയ ടെമ്പററി ഡൈ ഒക്കെ പിടിക്കും. അപ്പോൾ അങ്ങനത്തുള്ള കുറേ ഡൈകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും നല്ലൊരു നമുക്ക് വെളുത്ത മുടിയിൽ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കെമിക്കലും ഇല്ലാതെ നമ്മുടെ മുടി കറുപ്പിക്കാൻ സഹായിക്കുന്ന നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഹെയർ ഡൈ ഒക്കെ കാണിക്കുമ്പം നിങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കുക. കാരണം എന്താണെന്നറിയാമോ, നിങ്ങൾക്ക് ഏതാണ് പിടിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളത് പരീക്ഷിച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഏതാ പിടിക്കുന്നത് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾക്കത് പിടിച്ചോ, സന്തോഷം, നിങ്ങളത് മുമ്പോട്ട് യൂസ് ചെയ്ത് പോവാം. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ 10 പൈസ കാശ് കൊടുത്തൊന്നും മേടിക്കുന്ന സാധനങ്ങളിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് വെറുതെ വലിച്ചെറിയുന്ന സാധനങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഹെയർ ഡൈ പറഞ്ഞു തരുന്നത് അല്ലേ. അപ്പോൾ നമ്മളെന്താണ് കാശ് മുടക്കി, ഹെയർ ഡൈ ഒക്കെ കെമിക്കൽ ഹെയർ ഡൈ ഒക്കെ പൈസ മുടക്കി വാങ്ങിച്ച് തലയെ തേച്ചിട്ട് നിങ്ങൾക്ക് സഹിക്കാൻ വരാത്ത ചൊറിച്ചിലും അലർജിയും ഉള്ള മുടിയും കൂടെ നരച്ചും പോകുന്ന പ്രശ്നത്തെക്കാൾ എത്രയോ നല്ലതാണ് ഈ ഒരു ടെമ്പററി ഹെയർ ഡൈ ആണെങ്കിലും ഹെയർ പാക്ക് ആണെങ്കിലും നമുക്ക് ഉപയോഗിച്ച് പോകുന്നത്. മുടിക്ക് യാതൊരു ദൂഷ്യഫലവും ഇല്ലല്ലോ, ഒരു പ്രശ്നവും ഇല്ലല്ലോ, നിങ്ങളുടെ മുടിക്ക് തലയിൽ അലർജി ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ നോക്കുക. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് തേക്കുക. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണണം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. അപ്പം നമ്മൾ വേഗം തന്നെ നമുക്ക് ആ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതെൻ്റെ ചക്കരക്കുട്ടികളെല്ലാം ഒന്ന് ഓടി വന്നേ. നമുക്ക് നമ്മൾ ഡൈ ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങൾ കുറച്ച് കൂർക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൂർക്ക നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ കൂർക്ക എടുത്തിട്ട് എന്തിനാ തോരൻ വെക്കല്ലേ മെഴുക്കുവരട്ടി വെക്കലെന്നൊക്കെ പറയും. നമുക്ക് ഈ കൂർക്കയ്ക്കകത്തെ കറയാണ് വേണ്ടത്. ഈ കൂർക്കയിലൊരു കറയുണ്ട്, അതാണ് നമുക്ക് നമ്മുടെ മുടി കറുപ്പിക്കാൻ സഹായിക്കുന്നത്. അപ്പം ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് പുറമെ കറുപ്പ് നിറം കിട്ടുന്നതിനും എല്ലാം നല്ലതാണ്. ഈ നമ്മുടെ പോമിഗ്രാനറ്റ് ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതാണ്, നമ്മുടെ ഉള്ളിലോട്ട് കഴിക്കുന്നതാണ്. അതുപോലെ നെല്ലിക്കായ നമ്മൾ കഴിക്കുന്ന സംഭവം തന്നെയാണ്. നിങ്ങൾക്കറിയാം, നെല്ലിക്ക വെച്ച് എണ്ണ കാച്ചുകയും മുടി കറക്കാൻ എണ്ണ കാച്ചുകയും ഒക്കെ ചെയ്യുന്നത് നെല്ലിക്ക ഉപയോഗിച്ചാണ് നമ്മൾ. അപ്പം നമ്മുടെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന സാധനം വെച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഡൈ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നെല്ലിക്കയാണ്. ഒരു 4 നെല്ലിക്ക ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട്. അതുപോലെ പോമിഗ്രാനറ്റിൻ്റെ തൊണ്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം ഒരു കറയുണ്ട്. ഈ കറയാണ് നമ്മുടെ മുടിയെ ഒരു ഡൈ ആയിട്ട് പ്രവർത്തിക്കുന്നത് കേട്ടോ. അതിനാണ് നമ്മളിത് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു പോമിഗ്രാനറ്റിൻ്റെ തൊണ്ട്, 4 നെല്ലിക്ക, ഒരു 5-6 കൂർക്ക കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്നാ ചെയ്യണം നോക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊരു ചീനച്ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇത്രയും സാധനം പോരാ, നമുക്ക് വേറെ 2 സാധനം കൂടെ വേണം. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കൈപിടി നിറച്ച് കരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ.
അപ്പോൾ കരിഞ്ജീരകം മുടി കറക്കാൻ ഒത്തിരി നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ കരിഞ്ജീരകം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ വെള്ളത്തിന് കറുപ്പ് ഒരു കളർ കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ഈ ഒരു വെള്ളത്തിൻ്റെ കളർ കണ്ടോ? നമ്മൾ വെള്ളത്തിനകത്തൊന്നും ചേർത്തിട്ടില്ല, ഈ സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ടും വെള്ളത്തിൻ്റെ ഒരു കറുപ്പൊന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കറയാണ് ഇളകി വരുന്നത്. ഇതൊന്ന് പകുതിയാണ്, തിളച്ച് പകുതി. ഇതെല്ലാം വെന്ത് ഇതിനകത്തെ കാര്യങ്ങളെല്ലാം ഇറങ്ങണം. അതാണ് നമുക്ക് വേണ്ടത്. കണ്ടോ കറുപ്പ് നിറം നോക്കി, വെള്ളത്തിൻ്റെ കറുപ്പ് നിറം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ ഒന്ന് കുറച്ചിടുക. അപ്പോൾ ഇതിനകത്ത് നല്ലതായിട്ട് അതിൻ്റെ കറ എല്ലാം ഇളകി ഇരുമ്പിൻ്റെ സത്തും എല്ലാം കൂടെ മിക്സായിട്ട് നന്നായിട്ട് ഇറങ്ങി വരും. അപ്പം നമ്മുടെ ആ ഒരു ഡൈ കറക്റ്റ് ഒരു പരുവമായിട്ടുണ്ട്. അത് ഇതുപോലെ എല്ലാം വെന്തിറങ്ങി വറ്റി ഇത്രയും മതി നമുക്ക്. ഇത് കണ്ടോ, ഈ ഒരു കറക്റ്റ് രീതിയിൽ ആയിട്ടുണ്ട്. നല്ല കറുപ്പ് നിറം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിൻ്റെ ഈ വേസ്റ്റൊന്നും വേണ്ട, ഈ വെള്ളം മാത്രം ഒന്ന് അരിച്ചെടുക്കാം. ഈ കറ പിടിച്ചുകൊണ്ട് നമ്മുടെ മുടിക്ക് യാതൊരു പ്രശ്നവും വരത്തില്ല. നമ്മൾ കെമിക്കൽ എന്തായാലും യൂസ് ചെയ്യുന്നതിൽ എത്രയോ ഭേദമാണ്. ഇതെല്ലാം നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്ന സാധനം തന്നെയാണ്. അതുകൊണ്ട് മുടിക്കൊന്നും യാതൊരു കുഴപ്പവും വരത്തില്ല. ഡൈ ആയിട്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യുക. അപ്പം നമുക്കിന്ന് അരിച്ചെടുക്കാം. ഉള്ളിലോട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കറ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു കറുപ്പ് ഇത് കണ്ടോ, ഇതേമാതിരി നമ്മുടെ മുടിയിൽ നല്ല രീതിയിൽ ഈ ഒരു ഇത് പിടിച്ചിരിക്കും. കണ്ടോ, കൈ നോക്കിക്കേ, ഇത് കണ്ടോ. ഞാൻ നമ്മുടെ അരിച്ച് വെച്ച ഹെയർ ഡൈ ഇതുപോലെ പിന്നെ നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്തോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് വേറെ 2-3 സാധനങ്ങളൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്കിനി ബെഞ്ചാരാസിൻ്റെ നമുക്ക് നാച്ചുറൽ ഹെന്ന മിക്സ് ചെയ്യാം. ഈ ഹെന്നയ്ക്കകത്ത് കുറേ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ആര്യവേപ്പില, നെല്ലിക്കാപ്പൊടി, ഉലുവ, അങ്ങനെ കുറേ ഭൃംഗരാജ, അങ്ങനെ എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു നെല്ലിക്കാപ്പൊടിയാണ്. അപ്പോൾ ഇത് ഓൺലൈനിൽ കിട്ടും കേട്ടോ, വാങ്ങിക്കണമെങ്കിൽ. VLCCയുടെയും കിട്ടും, ബെഞ്ചാരാസിൻ്റെയും കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ആ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നാച്ചുറൽ ഹെന്നയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു കെമിക്കലും ഇല്ലാത്തതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് നമ്മുടെ ഹെന്ന മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോഫി ബ്രൗൺ കളറിലായിട്ടുണ്ട്. രാവിലെ ഇത് നല്ലവണ്ണം നമുക്ക് കറുത്ത് കിട്ടും. അപ്പോൾ ഇത് തലേദിവസം രാത്രിയിലാണ് ഞാനിത് ഉണ്ടാക്കി വെക്കുന്നത്. രാവിലെയാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഇപ്പം തന്നെ ഇതിന് നല്ലൊരു കറുപ്പ് കിട്ടുന്നത് കണ്ടോ. കയ്യിലോട്ട് തേക്കുമ്പോൾ തന്നെ കണ്ടോ നല്ലൊരു കളറാണ് കിട്ടുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പം നല്ല രീതിയിൽ ഈ ഒരു ഡൈ ആയിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ കൂടെ രാവിലെ നമുക്കൊരു സാധനവും കൂടെ ചേർക്കണം. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഈ ഒരു പരുവത്തിൽ ഇത് കണ്ടോ, ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആയിരിക്കണം കൂട്ടി വെക്കേണ്ടത്. ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഹെന്ന മാത്രമേ മിക്സ് ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള, നിങ്ങളുടെ മുടിയെ തേക്കാൻ ആവശ്യത്തിനുള്ള എടുക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു ലിക്വിഡ് ഈ ഒരു രൂപത്തിലായിരിക്കണം നമുക്ക് തലേ ദിവസം മിക്സ് ചെയ്ത് കലക്കി വെക്കേണ്ടത്. കട്ടിക്ക് കലക്കി വെച്ചാൽ രാവിലെ നമ്മൾ മിക്സ് ചെയ്യുന്ന സാധനം കൂടെ ആകുമ്പോൾ ഒരുപാട് കട്ടിയായി പോവും. അതുകൊണ്ട് ഇത്രയും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് സ്പൂൺ മാറ്റി വെച്ചിട്ടൊന്ന് അടച്ച് വെക്കുവാണ് കേട്ടോ. തലേ ദിവസം രാത്രിയാണ്. അതുകൊണ്ട് എൻ്റെ കൈ നോക്കി കറ ഡൈയുടെ ഇത് പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ തന്നെ നഖത്തിലെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പം നാളെ ആകുമ്പോൾ അടിപൊളി ഡൈ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഇന്നലെ മിക്സ് ചെയ്ത് വെച്ച ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇതിനകത്തൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. നല്ല രീതിയിൽ നമ്മുടെ ഒരു ഡൈ കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കറുപ്പായിട്ടുണ്ട്. ഇൻഡിഗോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഇൻഡിഗോ പൗഡറൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം. നിങ്ങളുടെ തലമുടിയിൽ എത്രത്തോളം നരയാണുള്ളതനുസരിച്ച്, ഫ്രണ്ട് നരയാണെങ്കിൽ അതനുസരിച്ച് ചേർക്കുക, മൊത്തമാണെങ്കിൽ അതനുസരിച്ച് ചേർക്കുക കേട്ടോ. ഈ എല്ലാ മിക്സിങ്ങും അതനുസരിച്ച് എടുക്കണേ. അപ്പോൾ ഞാനിപ്പം ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണാണ് എടുത്ത് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒരു 5 മിനിറ്റോളം നമ്മളൊന്ന് മൂടി വെച്ചിട്ട് വേണം നമ്മൾ തലയിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നിരത്തി 5 മിനിറ്റ് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഡൈ ഒന്ന് നോക്കാം. അപ്പം നമ്മുടെ ഹെയർ ഡൈ ഇവിടെ നല്ല രീതിയിലായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ തലയിലോട്ട് തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക. നല്ല രീതിയിൽ മുടി കറുത്ത് വരും.
വെളുത്ത മുടിയിൽ തേക്കുക. ഒരു പായ്ക്ക് പോലെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്യേണ്ട രീതി ഞാനിപ്പോൾ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ള കാര്യം. ഒരു കെമിക്കലും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കിതിങ്ങനെ ഒരുപാട് ഡൈ ഉണ്ടാക്കിയെടുക്കാം. ഒരാഴ്ച നിൽക്കുന്നെങ്കിൽ അത്രയാട്ടെ അല്ലേ നമ്മുടെ തലമുടിയിൽ ഡൈ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണിത്. കണ്ടോ, ഇത് നമ്മുടെ കയ്യിൽ തേക്കുമ്പോൾ തന്നെ കറുപ്പ് കിട്ടും. അപ്പോൾ ഇത് കുറേ നേരം നമ്മുടെ മുടിയിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നമ്മൾ തലയിൽ തേച്ചതിന് ശേഷം ഒരു 2.5 മണിക്കൂറെങ്കിലും ഇരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ഹെന്ന മിക്സും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ മിക്സൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അന്നേരം നല്ലപോലെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2-2.5 മണിക്കൂറെങ്കിലും ഒഴിക്കണം ആദ്യത്തെ പ്രാവശ്യം. ഓക്കെ, പിടിച്ചു നിങ്ങൾക്ക് തോന്നിയാൽ പിറ്റത്തെ പ്രാവശ്യം നിങ്ങൾ ടൈം കുറച്ച് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഈ ഒരു ഹെന്ന മിക്സും ഒക്കെ ഇട്ടത് കാരണം നമ്മുടെ മുടിക്ക് നല്ലതാണ്. നെല്ലിക്ക ചേർന്ന മുടിക്ക് നല്ലതാണ്. മറ്റേ നമ്മുടെ എന്താ പറയുക, കരിഞ്ജീരകം മുടിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നീലമരിപ്പൊടി, പിന്നെ പല പല സാധനങ്ങൾ ചേർന്ന പല സാധനങ്ങളും നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുടി കറക്കാൻ സഹായിക്കുന്ന സാധനങ്ങളാണ്. യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു ഓരോരോ ഹെയർ ഡേയും തയ്യാറാക്കി കാണിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പം ഇതൊരു നമ്മൾ ഷാംപൂ വാഷ് ചെയ്ത ഹെയറിൽ മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. ഡ്രൈ ഹെയറിൽ, കണ്ടീഷണർ ഇട്ട ഹെയറിലോ എണ്ണ ഇട്ട ഹെയറിലോ അല്ല അപ്ലൈ ചെയ്യേണ്ടത് ഒരു ഡൈയും. അത് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. ഇത് നല്ലതായിട്ട് ഷവർ ക്യാപ്പ് ഇട്ട് പൊതിഞ്ഞ് നിങ്ങൾ വെക്കുക. വെച്ചതിന് ശേഷം എന്താ പറയുക, ഒരു 2.5 മണിക്കൂറിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് ഓയിൽ തലയിൽ അപ്ലൈ ചെയ്യുക. അപ്പോഴാണ് മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ എനിക്ക് മുടി നരപ്പില്ല, അതുകൊണ്ട് ഞാൻ ഇത് തലയിൽ തേച്ച് കാണിച്ചാൽ നിങ്ങൾ പറയും നരച്ച മുടി തേക്കോ എന്ന് പറയും. നരച്ച മുടി എനിക്ക് തേക്കാനില്ല, അതുകൊണ്ട് ഞാനിന്ന് മുടിയെ തേച്ച് കാണിക്കുന്നില്ല. നിങ്ങൾ തന്നെ തേച്ച് നോക്കുക. റിസൾട്ട് കിട്ടിയവരാരൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം ഭാഗ്യവാന്മാരാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പിടിക്കുന്നത്. ചിലവർക്ക് പിടിക്കത്തില്ല, ചിലർക്ക് ഒരു പ്രാവശ്യം ഇടുമ്പോഴേ പിടിക്കും, ചിലവർക്ക് 1-2 പ്രാവശ്യം കഴിയുമ്പോഴായിരിക്കും പിടിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് മെസ്സേജ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. യാതൊരു കെമിക്കലും ഇല്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം, ഒന്ന് ട്രൈ ചെയ്യൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.